നമസ്കാരം. കഴിഞ്ഞ ദിവസം സ്വരാജ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ചാനലുകളിലും ഒക്കെ ഇരുന്ന യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകൾക്ക് ഒരു തക്കതായ മറുപടി കൊടുക്കുന്ന രീതിയിലുള്ള FB പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. അതായത് ഭീകരവാദത്തെ ചെറുത്ത് തോൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനം നമ്മൾ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. ആ പോസ്റ്റിനെ വളച്ചൊടിച്ചുകൊണ്ട് സംഘപരിവാർ രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ചില ആളുകളൊക്കെ ആ പോസ്റ്റിനെ വളച്ചൊടിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ വിമർശകർക്കൊക്കെ സംഘപരിവാരങ്ങൾക്കൊക്കെ തക്കതായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ട് സ്വരാജ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ വിമർശകർക്കുള്ള മറുപടി ഇങ്ങനെയാണ്: യുദ്ധാസക്തരുടെ വിലാപങ്ങൾ അപ്രതീക്ഷിതമല്ല. നവമാധ്യമങ്ങളിലും ചാനലുകളിലും യുദ്ധദാഹം അണപൊട്ടി ഒഴുകുന്നത് കണ്ടപ്പോഴാണ് ഇന്നലെ ഒരു യുദ്ധവിരുദ്ധ കുറിപ്പ് പോസ്റ്റ് ചെയ്തത്. ഭ്രാന്തമായി പടരുന്ന യുദ്ധാസക്തിയെ എതിർക്കാൻ വയ്യ. കുറിപ്പിൽ രാജ്യത്തെ സ്ഥിതിഗതികൾ പരാമർശിക്കുന്നയിടത്ത് ഭീകരതയ്ക്കെതിരായ നിലപാട് വ്യക്തവും കൃത്യവുമായി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. കുറിപ്പ് പോസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ആശങ്ക തോന്നിയിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, നിരപരാധികളെ കൊന്നുതള്ളുന്ന ഭീരുക്കളാണ് ഭീകരർ. ഭീകരത തുടച്ചു നീക്കപ്പെടേണ്ടതാണ്. അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തിനേറ്റ തിരിച്ചടിയിൽ നിന്നും പാകിസ്ഥാൻ പാഠം ഉൾക്കൊള്ളണം. ഇവിടം കൊണ്ട് ഇത് അവസാനിപ്പിക്കണം എന്നിങ്ങനെ ആ കുറിപ്പിൽ നേരിട്ടുള്ള വിമർശനങ്ങൾ ഭീകരർക്കും പാകിസ്ഥാനുമെതിരെ ഉണ്ടായിരുന്നു. ഒപ്പം ഷെല്ലാക്രമണം ആരംഭിച്ച പാകിസ്ഥാൻ സൈന്യം ലോകത്തെ യുദ്ധഭീതിയിൽ ആഴ്ത്തുന്നു എന്നും വിമർശിച്ചിരുന്നു. തുടർന്ന് യുദ്ധത്തിന്റെ ഭീകരതയും ദുരന്തവും വിശദീകരിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിനെതിരായി നേരിയൊരു വിമർശനം പോലും കുറിപ്പിൽ ഉണ്ടായിരുന്നതുമില്ല. ഇക്കാരണത്താൽ പ്രസ്തുത ഫേസ്ബുക്ക് പോസ്റ്റിനെ സംഘപരിവാർ പിന്തുണയ്ക്കുമോ എന്നതായിരുന്നു എന്റെ ഭയവും ആശങ്കയും. ഇന്നേ വരെ എന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെയും സംഘപരിവാർ പിന്തുണച്ചിട്ടില്ല. ആദ്യമായി അങ്ങനെ ഒന്നും ഉണ്ടായാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? പിന്നെ ഒരു രണ്ടാം ആലോചനയിൽ അങ്ങനൊരു ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തന്നെ തീർച്ചപ്പെടുത്തി. പോസ്റ്റ് കാണുന്ന മാത്രയിൽ തന്നെ തെറി അഭിഷേകവും അധിക്ഷേപവുമായി ചാടി വീഴുന്ന സ്ഥിരം ശൈലിക്കാരാണല്ലോ അവർ. എഴുതിയ കാര്യങ്ങൾ വായിച്ചു നോക്കാനൊന്നും അവർ തയ്യാറാകില്ലെന്നും വായിച്ചാൽ അവർക്കിത് മനസ്സിലാകില്ലെന്നും പതിവ് തെറിയഭിഷേകം ആവർത്തിക്കാനാണ് സാധ്യതയെന്നും മനസ്സിലുറപ്പിച്ചു. കുറിപ്പ് പോസ്റ്റ് ചെയ്ത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കണക്കുകൂട്ടലുകൾ അണിവിട പോലും തെറ്റിയിട്ടില്ല എന്ന് തെളിഞ്ഞു. അതിന്റെ ആഘാതം പറഞ്ഞറിയിക്കുക വയ്യ. എന്നാൽ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു എന്നതാണ്. നവമാധ്യമങ്ങളിൽ ഇടതുപക്ഷക്കാർ എന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുന്ന വിരലിലെണ്ണാവുന്ന ചിലർ പെട്ടെന്ന് സന്ദേഹികളായി മാറി. യുദ്ധം വേണ്ടിവരില്ലേ? സോവിയറ്റ് യൂണിയൻ യുദ്ധം ചെയ്തില്ലേ എന്നൊക്കെയാണ് ഇക്കൂട്ടരുടെ സന്ദേഹം. നാസിപ്പടയെ തോൽപ്പിച്ചത് യുദ്ധം ചെയ്തിട്ടല്ലേ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം എന്ന് കേട്ടയുടൻ ഹായ് യുദ്ധം എന്ന് പറഞ്ഞ് ചാടിയിറങ്ങിയവരല്ല ചെമ്പടയെന്ന് ഇക്കൂട്ടർ മറന്നതായി തോന്നുന്നു. യുദ്ധം ഒഴിവാക്കാൻ നടത്തിയ സോവിയറ്റ് പരിശ്രമവും അനാക്രമണ സന്ധികളും ഒന്നും ഇക്കൂട്ടർക്ക് ഓർമ്മയില്ല. ഒടുവിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ യുദ്ധമല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഉറപ്പായപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിനിറങ്ങിയത്. ഹിറ്റ്ലറെ കീഴടക്കി കഴിഞ്ഞ ഉടനെ യുദ്ധവെറിയുമായി മറ്റു രാഷ്ട്രങ്ങളെ കീഴടക്കാനല്ല, മറിച്ച് ലോക സമാധാന പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനാണ് സ്റ്റാലിനും സോവിയറ്റ് യൂണിയനും മുൻകൈയെടുത്തത്. ലോക സമാധാന കൗൺസിൽ WPC നിലവിൽ വന്നത് അങ്ങനെയാണ്. ലോക സമാധാന കൗൺസിലിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റുകാരും അണിനിരന്നിട്ടുള്ള AIPSO എന്ന ഒരു സമാധാന പ്രസ്ഥാനം ഇന്ത്യയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നെങ്കിലും ഇക്കൂട്ടർ ഓർക്കണം. ഇതിനിടയിൽ മുമ്പ് പാലസ്തീനെ പിന്തുണച്ചതിനെതിരായ ചില അപശബ്ദങ്ങളും കേട്ടു. അവിടെ ചരിത്രത്തിലുടനീളം ഇസ്രായേലാണ് യുദ്ധഭീകരത സൃഷ്ടിച്ചത്. സർവവും അപഹരിക്കപ്പെട്ട, മുക്കാൽ പങ്ക് മനുഷ്യരും കൊല്ലപ്പെട്ട ഒരു ജനത എന്ന നിലയിൽ പാലസ്തീനികൾക്ക് പൊരുതുകയല്ലാതെ വഴിയില്ല. അതിനാൽ യുദ്ധവിരുദ്ധ നിലപാട് തന്നെയാണ് പാലസ്തീനികൾക്കുള്ള ഉപാധി രഹിത പിന്തുണ. ഇന്ത്യക്കും മറ്റ് വഴികളില്ലാതായാൽ യുദ്ധം ചെയ്യേണ്ടി വരില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇന്ത്യ ഇപ്പോഴും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലെന്നും യുദ്ധം ഒഴിവാക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും പക്ഷേ ഇക്കൂട്ടർ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ പരിശീലന കേന്ദ്രങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ച് തകർക്കുന്ന സൈനിക നടപടിയാണ് ഇന്ത്യ നടത്തിയത്. ഇന്ത്യ വ്യക്തമാക്കിയതുപോലെ ഇത് ഭീകരാക്രമണത്തിനെതിരെയുള്ള തിരിച്ചടിയാണ്, യുദ്ധമല്ല. ഈ നടപടി CPIM ഉൾപ്പെടെ ഇന്ത്യയിൽ എല്ലാവരും പിന്തുണച്ചതുമാണ്. അതിൽ ഒരു തർക്കവും നിലവിലില്ല. ഈ തിരിച്ചടിയിൽ നിന്നും പാകിസ്ഥാൻ പാഠം ഉൾക്കൊള്ളണമെന്നും എല്ലാം ഇവിടെ അവസാനിപ്പിക്കണമെന്നുമാണ് ഇന്നലത്തെ കുറിപ്പിൽ വ്യക്തമാക്കിയത്. എന്നാൽ അതിർത്തിയിൽ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ട് പാകിസ്ഥാൻ യുദ്ധാന്തരീക്ഷം ഉണ്ടാക്കുന്നുവെന്നും അത് ലോകത്തെ യുദ്ധഭീതിയിൽ ആഴ്ത്തുന്നുവെന്നും വ്യക്തമായി തന്നെയാണ് സൂചിപ്പിച്ചത്. തുടർന്ന് യുദ്ധവിരുദ്ധ നിലപാട് വിശദീകരിച്ചു. ഇതിലെവിടെയാണ് സന്ദേഹികളുടെ പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല. വൻതോതിൽ പടർന്നു പിടിക്കുന്ന യുദ്ധാസക്തിയുടെ പിടിയിൽ ഈ കൂട്ടരും വീണുപോയി എന്ന് തോന്നുന്നു. അത്രമാത്രം വിപൽക്കരമാണ് ജനങ്ങൾക്കിടയിൽ പടരുന്ന യുദ്ധാഭിമുഖ്യം എന്നതാണ് വസ്തുത. എന്നാൽ ലോകത്തെവിടെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് യുദ്ധാസക്തനാവാൻ കഴിയില്ല. ലോക സമാധാനം എന്ന മുദ്രാവാക്യം ലോകത്തിന് സമ്മാനിച്ചത് തന്നെ വേൾഡ് പീസ് കൗൺസിലും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. മനുഷ്യനെയും രാഷ്ട്രത്തെയും ചൂഷണം ചെയ്യാത്ത കാലമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വപ്നമെന്ന് ഇടത് നാട്യ സന്ദേഹികൾ മനസ്സിലാക്കണം.
യുദ്ധങ്ങളില്ലാത്ത സാഹോദര്യത്തിന്റെ ലോകമാണ് കമ്മ്യൂണിസം. ആരും ആരെയും കീഴടക്കാത്ത, അന്യന്റെ ശബ്ദം പോലും സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ലോകം സ്വപ്നം കാണുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് സന്ദേഹികൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ഇന്ത്യ ഇന്നുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത യുദ്ധത്തിൽ ഇന്നലെ തന്നെ അണിനിരക്കാൻ കുറെ യുദ്ധാസക്തർ ഇറങ്ങിയിരിക്കുകയാണ്. യുദ്ധാസക്തി ഒരു സാംക്രമിക രോഗം പോലെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു എന്നതിന് ഇതിൽ കൂടുതൽ എന്തു തെളിവാണ് വേണ്ടത്? വാർ ഗെയിമുകളിലൂടെ വളർന്നു വന്ന ഒരു തലമുറയെ യുദ്ധഭ്രാന്തരാക്കാൻ എത്ര എളുപ്പമാണ് എന്ന് തെളിയിക്കുന്നു. കൂടുതൽ ശക്തിയോടെ യുദ്ധവിരുദ്ധ പ്രചാരണം ഏറ്റെടുക്കേണ്ട സമയമാണതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആവർത്തിക്കുന്നു, യുദ്ധത്തിൽ വിജയികളില്ല, ആണവ യുദ്ധാനന്തരം മനുഷ്യരും ഉണ്ടാവില്ല. അതായത് ഇന്നലത്തെ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ നിന്ന് ഒരു വരിയോ വാക്കോ മാറ്റേണ്ട കാര്യമില്ല. കുത്തോ കോമയോ പോലും നീക്കേണ്ട ആവശ്യവുമില്ല. കൂടുതൽ വിശദീകരിക്കേണ്ടതുമില്ല. ആ പോസ്റ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അടിയുറച്ചു നിൽക്കുന്നു. പ്രഖ്യാപിക്കാത്ത യുദ്ധത്തിൽ ഏറെ മുൻപേ അണിനിരന്നു കഴിഞ്ഞ സംഘപരിവാറുകാരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി എഴുതിയതല്ല, മനുഷ്യരെ ഉദ്ദേശിച്ച് മാത്രമുള്ളതായിരുന്നു അത്. കുറച്ച് മനുഷ്യർക്ക് അത് മനസ്സിലായിട്ടുണ്ട്, അതിൽ സന്തോഷവുമുണ്ട്. അപ്പോൾ പിന്നെ സംഘപരിവാറുകാർ തെറിവിളിയും ഭീഷണിയും അധിക്ഷേപവും സംഘടിതമായി കൂടുതൽ ശക്തിയോടെ തുടരുക, പറ്റാവുന്നവരെയൊക്കെ കൂടെ കൂട്ടുക. ഇനിയെങ്ങാൻ ഞാൻ പേടിച്ച് നിലപാട് മാറ്റിയാലോ എന്നാണ് എം സ്വരാജ് സംഘപരിവാറുകാരോട് പറയുന്നത്. എന്തായാലും ഒരിക്കലും എം സ്വരാജ് പറഞ്ഞത് ഒരു കണക്കിനും സംഘപരിവാരങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഈ പോസ്റ്റും മനസ്സിലാക്കാൻ സാധ്യതയില്ല. ഇതിനു മുമ്പ് ഇന്നലെ ഇട്ട പോസ്റ്റും മനസ്സിലാക്കാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ടാണല്ലോ അവർ ഇങ്ങനെ സംഘികളായി തന്നെ തുടരുന്നത്. നോക്കൂ, ഇങ്ങനെ രാജ്യത്തില് ഒരു വലിയ രീതിയിലുള്ള യുദ്ധത്തിന് ഏകദേശം സമാനമായ രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉടലെടുക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയം പോലും മാറ്റിവെച്ച് രാഷ്ട്രമാണ് വലുത് എന്ന ആ ഒരു വലിയ ഒരു തിയറിയിലേക്ക്, ആ ഒരു വലിയ ഒന്നിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും സർക്കാരിനൊപ്പം, എല്ലാവരും ഇന്ത്യൻ സൈനിക്കൊപ്പം ഒക്കെ നിന്നുകൊണ്ട് നമ്മൾ പടപൊരുന്ന സാഹചര്യത്തിൽ സംഘപരിവാരങ്ങൾ ഇതിനിടയിൽ രാഷ്ട്രീയം കളിച്ച് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അവരാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ തീവ്രവാദികൾ എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം ആ രീതിയിലുള്ള പല പ്രകോപനപരമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഐക്യം തകർക്കാനുള്ള പല നീക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്നത് പോലെ സമൂഹ മാധ്യമങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിൽ സംഘപരിവാരങ്ങൾ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർത്തും അപലപനീയം എന്ന് മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ പറയാൻ പറ്റുകയുള്ളൂ. ഭീകരർക്കെതിരെ സംസാരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് സംഘപരിവാരങ്ങൾ ഇങ്ങനെ വിരളി പിടിച്ച് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 2014 ശേഷമാണ് കേട്ടോ ഇത്തരത്തിൽ സംഘപരിവാരങ്ങൾക്ക് പെട്ടെന്ന് ദേശസ്നേഹം വരുന്നത് എന്ന കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ഈ താൽക്കാലികമായിട്ടുള്ള ഇവരുടെ ദേശസ്നേഹം എന്താണെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഓണത്തിനിടയ്ക്ക് കൂട്ടുകച്ചവടം എന്ന നിലയിൽ പല രീതിയിൽ ഈ പറയുന്ന ഇപ്പോൾ ഈ ഇന്ത്യൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലക്കവെള്ളത്തിൽ സംഘപരിവാരങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ആ സംഗതി അത് ഈ ചർച്ചയിൽ വേവില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം എം സ്വരാജ് പറഞ്ഞ കഴിഞ്ഞ ദിവസം എഴുതിയ ആ FB പോസ്റ്റിലെ ചില വരികൾ ഇപ്പോഴും നമുക്ക് വായിക്കേണ്ടതുണ്ട്. ഈ സമയത്താണ് അത് വളരെ പ്രധാനമായിട്ടും വായിക്കേണ്ടത്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്: യുദ്ധത്തിന് വേണ്ടി ദാഹിക്കുന്ന ചിലർ നവമാധ്യമങ്ങളിൽ മുറവിളി കൂട്ടുന്നുണ്ട്, ചാനലുകളിൽ യുദ്ധപ്രചോദിതർ ഉറഞ്ഞു തുള്ളുന്നുമുണ്ടെന്ന്. സത്യമല്ലേ? ഇന്നലെ നമ്മളതല്ലേ കണ്ടത്. എന്താണ് കണ്ടത്? റിപ്പോർട്ടർ ചാനലിലും 24 ചാനലിലും ഏഷ്യാനെറ്റ് ചാനലിലും അങ്ങനെ മുഖ്യ ചാനലുകളിലും യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഉറഞ്ഞു തുള്ളുന്ന മാപ്രകൾ നമ്മൾ ഇന്നലെ കണ്ടില്ലേ? അപ്പോ ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ആ പോസ്റ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം, സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണ്. സ്വന്തം കുഞ്ഞ് കൊല്ലപ്പെടുന്നത് വരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസിക അവസ്ഥയുള്ളവരെ കാലം തിരുത്തട്ടെ എന്നാണ് പറഞ്ഞത്. യുദ്ധത്തിൽ വിജയികളില്ലെന്നതാണ് സത്യം. ഏത് യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്, സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. മനുഷ്യരും കന്നുകാലികളും എന്നല്ല, പരിസ്ഥിതി തന്നെയും മുറിവേറ്റ് പിടഞ്ഞൊടുങ്ങുന്ന യുദ്ധാനുഭവങ്ങൾ ചരിത്രത്തിലെമ്പാടുമുണ്ട്. യുദ്ധം ക്ഷാമവും ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയുമാണ്. കണ്ണീരും ചോരയും നിലയ്ക്കാത്ത വിലാപങ്ങളുമാണ്. അനാഥരും അഭയാർത്ഥികളും പാലായനങ്ങളും ശ്മശാനങ്ങളുമാണ് യുദ്ധത്തിന്റെ ശേഷിപ്പുകൾ. ഭീകരതയ്ക്കും ഭീകരത സൃഷ്ടിക്കുന്ന യുദ്ധത്തിനുമെതിരെ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മുന്നേറ്റങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് സ്വരാജ് പറയുകയാണ്. നോക്കൂ, നമ്മൾ എന്താണ് ഇപ്പോ ഈ ഒരു പോരാട്ടവുമായി ബന്ധപ്പെട്ട്, ഈ യുദ്ധ സമാനമായ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് കാണുന്നത്? അതായത് ആക്രമണത്തിന് പല രീതിയിലുള്ള വിധേയരാകേണ്ടി വരുന്ന ആളുകൾ എന്താണ് പറയുന്നത്? സമാധാനം എന്നാണ് അവർ പറയുന്നത്, അല്ലെ? യുദ്ധം വേണമെന്ന് അവർ പറയുന്നില്ല. യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ AC റൂമിലിരുന്ന് കളി കാണുന്നവർ മാത്രമാണ് എന്നുള്ളതാണ്. എന്തായാലും വളരെ ദീർഘവീക്ഷണത്തോടെ ഇട്ട എം സ്വരാജിന്റെ പോസ്റ്റ് വളച്ചൊടിച്ച മാങ്കൂട്ടവും സംഘപരിവാരങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നേരത്തല്ല ചെറ്റവർത്തമാനം പറയേണ്ടത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.